അത്ര രസമൊന്നുമില്ലായിരുന്നു കേട്ടോ, അത്ര രസമൊന്നുമില്ലായിരുന്നു. കാരണോ ഏജ് ഓഫ് മാഡ്നസ് എന്നല്ലേ പറഞ്ഞേക്കുന്നത്. ബട്ട് പിടിക്കാൻ അതിനകത്ത് പോയാൽ ആകെ 4 പേര് കൊണ്ട് എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നതെന്ന് അവർക്കേ അറിയത്തുള്ളൂ. അതൊന്നും മമ്മൂട്ടി നല്ല തകർത്ത് അഭിനയിച്ച് തന്നെ ചെയ്തു, എന്നാലും പക്ഷെ കൊള്ളത്തില്ലായിരുന്നു. നമ്മള് നടക്കുന്നത് വേറെ ഒന്ന്. ഭയങ്കര പേടിയൊക്കെ വരുന്ന സിനിമ തന്നെ. ഇല്ല, കൊടുത്ത പൈസ നഷ്ടമാന്ന് ഞാൻ പറയത്തില്ല. പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കൊള്ളായിരുന്നു. അല്ല, എവള് പറഞ്ഞത് തുണ്ട് കാണാന്ന്, ഞാനാ പറഞ്ഞത് ഇതിന് വരാമെന്ന്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല സിനിമ, ഒട്ടും കൊള്ളത്തില്ലായിരുന്നു. നഷ്ടായി. അഭിനയം കുഴപ്പമില്ല, പക്ഷെ എന്റെ ആ ഒരു എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്തോ ശരിക്കും സിനിമ ഒരു ലൂപ്പ് പോലെയാ, മനസ്സിലാവും എന്നാ മനസ്സിലാവത്തില്ല. എനിക്കൊന്ന് ഈ സമയത്ത് ഇന്ന് കണ്ടോണ്ടായിരിക്കും എനിക്ക് ചെറുതായിട്ട് ഉറക്കം വന്നേ. ഇത് ഹോപ്പ് ഉണ്ടായിട്ട് തന്നെ വന്നയാ. ഒരാഴ്ച എന്തോ അല്ലേ റിലീസായിട്ട് വന്നയാ. കൊള്ളാം. റിവ്യൂ ഒക്കെ കണ്ടപ്പോൾ നല്ലതാന്നൊക്കെ വിചാരിച്ചു. എന്റെ അപ്പുറത്ത് നിന്ന് അപ്പൂപ്പനും അമ്മൂമ്മയും പറഞ്ഞു വെറുതെ വന്നയോ, പോയി ഈ പൈസയ്ക്ക് പോയി ഫുഡ് കഴിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. കുഴപ്പമില്ലായിരുന്നു. ഞാൻ ഇങ്ങനത്തെ ഒരു സിനിമ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് ഞാനിപ്പോ ഫോണിലോ ടിവിയിലോ കണ്ടായിരുന്നേ ഫുള്ള് കണ്ട് തീർക്കത്തില്ലായിരുന്നു. പൈസ കൊടുത്ത് കണ്ടോണ്ട് കണ്ടേ. സത്യം കണ്ട് തീർക്കത്തില്ല. അത് ആക്ടിങ് ഒക്കെ കൊള്ളാം. അവാർഡ് പടമില്ലേ, അത് കൊള്ളായിരുന്നു. നൈസ്, എനിക്ക് ഇഷ്ടപ്പെട്ട്. വലിയ കാര്യമായിട്ട് മനസ്സിലായില്ലെങ്കിലും ഇറ്റ് വാസ് നൈസ്. തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റാണ്. മമ്മൂട്ടിയുടെ ആക്ടിങ് അടിപൊളിയായിരുന്നു. ഞാൻ കണ്ടതിൽ വെച്ച് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പെർസ്പെക്റ്റീവിലാണ് ആള് ചെയ്തത്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മേ ബി ഇത് ഓരോരുത്തരും ഓരോ ടേസ്റ്റ് ആണല്ലോ, ഡിഫറെൻ്റ് ഒപ്പീനിയൻസ് ആണല്ലോ. കൊള്ളായിരുന്നു, നൈസ് പടമായിരുന്നു. എനിക്ക് എടുത്തു പറയാനുള്ളത് ഇവരുടെ ആക്ടിങ്ങിനെ പറ്റിയാണ്. എല്ലാവരുടെയും ആക്ടിങ്ങും എസ്പെഷ്യലി മമ്മൂട്ടി സാറിൻ്റെ ആക്ടിങ് അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു പഴയ കാല 90s സിനിമ കാണുന്ന ഒരു എക്സ്പീരിയൻസ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആക്ച്വലി എനിക്ക് പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റാണ്. ലൈക്ക് എനിക്ക് വലിയ കാര്യമായിട്ട് മനസ്സിലായോ എന്ന് വെച്ചാൽ അങ്ങനെ കൃത്യമായിട്ട് മനസ്സിലായിട്ടൊന്നുമില്ല, എന്നാലും എൻജോയ് ചെയ്തു ആ ഫിലിം, അത്രയും പറയാം.